CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യയിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ യുവതിയുൾപ്പെടെ 2 പ്രതികളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശിനി ഫിദ ഫാത്തിമ, മലപ്പുറം സ്വദേശി അഹമ്മദ് അജ്നാസ് എന്നിവരെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വേലൂർ സ്വദേശി റിഷ ഫാത്തിമയുടെ പരാതിയിലാണ് പ്രതികൾ പിടിയിലായത്. കുന്നംകുളം കിഴൂർ വിവേകാനന്ദ കോളേജിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി SFI സ്ഥാപിച്ച കവാടവും കൊടിതോരണങ്ങളും നശിപ്പിച്ച നിലയിൽ. സംഭവത്തിന് പിന്നിൽ ABVP എന്ന് SFI ആരോപിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജിൽ പോലീസ് സംഘത്തെ വിന്യസിച്ചു. പൂർത്തിയാകാത്ത പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി ഗുരുവായൂർ ജനതയെ കബളിപ്പിക്കുന്ന സമീപനമാണ് ഇടതുമുന്നണി നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണാധികാരികളുടേതെന്ന് DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് പറഞ്ഞു. ഗുരുവായൂർ മോചനയാത്രയുടെ ഗുരുവായൂർ നഗര മേഖലാതല ഉദ്ഘാടനം നടത്തി. എരുമപ്പെട്ടി പതിയാരത്ത് പശു പെയ്യിളകി ചത്തു. നീർത്താട്ടിൽ ചന്ദ്രന്റെ കറവയുള്ള പശുവാണ് ചത്തത്. പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. പശുവിന് പേപിടിച്ച തെരുവുനായയുടെ കടിയേറ്റിരുന്നതായി നിഗമനം. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ KSEB കുന്നംകുളം ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയും സമരപ്രഖ്യാപനവും നടത്തി. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും ദീർഘകാലം പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച കഥാകൃത്ത് CV ശ്രീരാമനെ നാട് അനുസ്മരിച്ചു. പരാതികളും തർക്കങ്ങളും കായികാധ്യാപകരുടെ നിസ്സഹകരണവുമില്ലാതെ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള. സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മേള ശനിയാഴ്ച സമാപിക്കും. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗവസന്തം 2025 എന്ന പേരിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. പെരുമ്പിലാവ് ജംഗ്ഷനിലെ പൊതുകിണറിനോട് ചേർന്ന് 6.5 ലക്ഷം രൂപ ചെലവിട്ടു നിർമ്മിച്ച കുടിവെള്ള ATM പ്രവർത്തനം തുടങ്ങി. 4 ദിവസങ്ങളിലായി നടക്കുന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 23ാമത് കുന്നംകുളം സെന്റർ കൺവെൻഷന് അക്കിക്കാവ് ദീനബന്ധു മിഷൻ സെന്ററിൽ തുടക്കമായി. കടവലൂർ പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപന യോഗത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വോട്ടുകൊള്ള നടത്തുന്ന BJPക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടുചോരി ക്യാമ്പയിന് പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. കടവലൂർ പഞ്ചായത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ഗുരുവായൂർ നഗരസഭ 11ാം വാർഡിൽ ദിശാബോർഡുകൾ നശിപ്പിക്കുന്നത് പതിവാകുന്നു. പൊതുമുതൽ നശിപ്പിക്കുന്ന സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ആവശ്യമുയർന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. തലക്കോട്ടുകര കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.